ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ചതയം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ചതയം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ചതയം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2024 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇതിൽ ദോഷഭാവം കുറച്ച് കൂടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് വിദേശ ജോലി നിങ്ങൾ ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടത്ത് നിങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന ഒരു ഉറ്റ സഹപ്രവർത്തകൻ അകാല വിയോഗം പുൽകാൻ യോഗം കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം നിങ്ങളുടെ മനസ്സിനെ ദുർബലപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാവാം ചിലപ്പോൾ ജോലി റിസൈൻ ചെയ്ത് പോരുന്നത്. എന്നാൽ വ്യാഴം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സന്താനങ്ങൾക്കൊക്കെ ജീവിത മാർഗം കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ സന്താനഭാവം ഗുണകരമാണ്. നിങ്ങൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ട സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സമയമാണ്. കടുംപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് കഠിനമായ പ്രയത്നമൊക്കെ ആവശ്യമായിട്ടൊക്കെ വരും. ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. ക്രയവിക്രയങ്ങളൊക്കെ വിജയം കാണുന്നു. എന്നാൽ ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർ കരുതിയിരിക്കുക, ഊഹക്കച്ചവടങ്ങളിൽ നിന്നൊക്കെ വൻ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. നിങ്ങൾ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചിട്ട് വേണം യാത്ര തുടങ്ങേണ്ടത്. ഭഗവാനെ സ്മരിച്ചിട്ട് യാത്ര തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഗണേശ സ്തുതി ജപിച്ചിട്ടൊക്കെ യാത്ര തുടങ്ങുന്നതായിരിക്കും നല്ലത്. വസ്തു സംബന്ധമായ തർക്കങ്ങൾ കോടതിയിലെത്താനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അധ്വാന ഭാരത്താൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാകും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈശ്വര ചിന്ത വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കൈവശം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് മാസാവസാനമൊക്കെ ആകുമ്പോൾ ധനനഷ്ടത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും നിങ്ങൾക്ക് ഒരു അകൽച്ച പാലിക്കുന്ന സമയമാണ്. നിങ്ങളുമായിട്ട് ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾ ആശയവിനിമയത്തിൽ കാണിക്കുന്ന അലസത പല തെറ്റിദ്ധാരണകൾക്കും കാരണമാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മാനസികമായിട്ടൊക്കെ വളരെ പിരിമുറുക്കത്തിലായിരിക്കും. എന്നാലും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങേ തലയിലുള്ള ആളെ മനസ്സിലാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാകും. കുടുംബ വഴക്കൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വരുമാനം മൊത്തത്തിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഉപരിപഠനത്തിലുള്ള യോഗവും കാണുന്നുണ്ട്. നിങ്ങൾ ഗുരുസ്ഥാനീയരെയൊക്കെ ആദരിക്കാനുള്ള ഒരു ഇട വരുന്നതാണ്. നിങ്ങൾക്ക് അനുഭവ ഗുണം കൂടുതലായിട്ടുണ്ടാവുന്നൊരു സമയമാണ്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും. അങ്ങനെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരുന്ന ധനം തക്ക സമയത്ത് ലഭിക്കാതെ വരും. അത് ചില ബാങ്ക് ലോണുകളായിരിക്കാം. ചിലർ തരാമെന്ന് ഏറ്റതൊക്കെയാകാം. നമ്മൾ വിചാരിച്ച സമയത്ത് ലഭിക്കാതെ വരും. നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവുന്നൊരു സമയവും കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമായൊരു സമയമാണ്. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് അത്ര ഗുണകരമല്ല. പുതിയ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായാലും ജോലിക്ക് വേണ്ടിയൊക്കെ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ടൊക്കെ വരും. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മനസ്താപം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥരിൽ ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥൻ്റെ അപ്രീതിയൊക്കെ ഉണ്ടാകുന്നതാണ്. പോരെങ്കിൽ സഹപ്രവർത്തകൻ്റെ ഒരു വിയോഗമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ജോലിയിലൊക്കെ പഴയ പോലെ ശ്രദ്ധിക്കാതെയൊക്കെ വരുന്നത് പലപ്പോഴും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൂട്ടത്തേ ഉള്ളൂ. മേലധികാരിയുടെ വായിൽ നിന്നൊക്കെ ഉള്ള വഴക്കുകളൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ അപ്പോൾ മൊത്തത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പരിഹാരമെന്ന് പറയാനായിട്ട് ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സർവ്വതും ഭഗവാൻ നോക്കിക്കൊള്ളും. നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, മനസ്സ് സങ്കടത്തിൽ ആറാടിയിരിക്കുന്ന ആൾക്കാർക്ക്
ചെന്ന് ഭയം പ്രവഹിക്കാനുള്ള ദൈവമാണ് ഭഗവാൻ. നമ്മുടെ മനസ്സിനെ സന്തോഷപൂരിതമാക്കാൻ ഭഗവാനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. അതുകൊണ്ട് വേറൊന്നും വേണ്ട, ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലുക, സാഷ്ടാംഗം വീഴുക, ഭഗവാനിൽ അഭയം പ്രാപിക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.